അപ്രതീക്ഷിതവും നാടകീയവുമായ രംഗങ്ങളാണ് SIT ഓഫീസിന് മുന്നിൽ ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. നീണ്ട 2.5 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്കിറങ്ങിയ UDF കൺവീനർ അടൂർ പ്രകാശിനെ കാത്ത് മാധ്യമപ്പട നേരത്തെ തന്നെ അവിടെ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ ആവേശത്തോടെയും ആകാംക്ഷയോടെയും അടുത്തേക്ക് നീങ്ങിയ മാധ്യമപ്രവർത്തകർ കണ്ടത് അടൂർ പ്രകാശിന്റെ നിയന്ത്രണം വിട്ട രോഷ പ്രകടനമായിരുന്നു. മൈക്ക് താഴ്ത്തട, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? റിപ്പോർട്ടർ ചാനലാണോ എല്ലാം തീരുമാനിക്കുന്നത്? മരം മുറിക്കാർ കൂടുതൽ ചോദിക്കാൻ വരണ്ട. അടൂർ പ്രകാശിന്റെ ഈ വാക്കുകൾ ഒരു നിമിഷം അവിടെ ഉണ്ടായിരുന്നവരെല്ലാം സ്തബ്ധരാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. റിപ്പോർട്ടർ ചാനലിന്റെ ചോദ്യങ്ങൾ അദ്ദേഹത്തെ അത്രമേൽ ചൊടിപ്പിച്ചു എന്നത് ആ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. തന്റെ മുന്നിലേക്ക് നീട്ടിയ മൈക്കുകൾ തട്ടി മാറ്റിക്കൊണ്ട് അത്യധികം രോഷാകുലനാവുകയാണ് അദ്ദേഹം ചെയ്തത്. യഥാർത്ഥത്തിൽ ഒരു ഫോട്ടോയെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഈ രോഷപ്രകടനത്തിന് പിന്നിലെന്ന് വ്യക്തമാണ്. കോൺഗ്രസ് നേതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്താൻ CPM കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട്. ഇപ്പോൾ ഒരു പഴയ ഫോട്ടോ ഉയർത്തിക്കാട്ടി അടൂർ പ്രകാശിനെ ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. എന്നാൽ ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നും അന്വേഷണ സംഘത്തിന് വലിയ രീതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നും UDF പണ്ടേ ആരോപിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് നിലവിലെ ഓരോ നീക്കങ്ങളും. കോൺഗ്രസ് നേതാക്കളെ മനഃപൂർവ്വം വേട്ടയാടാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന വികാരം UDF കേന്ദ്രങ്ങളിൽ ശക്തവുമാണ്. ഇക്കാര്യത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. തന്റെയും മറ്റ് നേതാക്കളുടെയും ഫോട്ടോകൾ കുത്തിപ്പൊക്കി വിവാദമുണ്ടാക്കാൻ ഒരു കൂട്ടർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്നും, എന്നാൽ ഇത്തരം തരം താഴ്ന്ന രാഷ്ട്രീയ കളികൾ കൊണ്ട് തങ്ങളെ തളർത്താനാവില്ല എന്നും അദ്ദേഹം നേരത്തെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം SIT ഓഫീസിൽ തന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് എന്ന് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നുണ്ട് എന്നും തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന കടുത്ത നിലപാട് കൂടി അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. എന്താണെങ്കിലും SIT ഓഫീസിന് മുന്നിൽ മാധ്യമങ്ങളെ പറപ്പിച്ച, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിനെ പറപ്പിച്ച അടൂർ പ്രകാശിന്റെ ആ രംഗങ്ങൾ ഒന്ന് കാണാം. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന്റെ ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ. അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ അവര് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? ഈ ചാനലില് ഈ പറയുന്ന അങ്ങനെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന്റെ ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ പറയിപ്പിക്കുന്നത്. ബന്ധമാണോ പ്രധാനമായും ചോദ്യം ചെയ്യലിൽ ഉയർന്നു വന്നത്? പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഈ പോറ്റി SIT കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധം വഴിയാണോ? അതല്ല, അത് എനിക്കറിയില്ല. അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ട് ചോദിക്കുക. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ചോദിക്കുക. കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി പറയും. എന്നോട് ചോദിക്കേണ്ട ഇന്നിപ്പോ മൊഴിയെടുക്കാൻ വിളിച്ച അവസരത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചിരുന്നു. ഒരുമിച്ചിരുത്തി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് ഇനി അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കാറുണ്ടെങ്കിൽ അവിടെ പോയി മണ്ഡലത്തിലെ പോറ്റിയുമായി താങ്കൾ പലതവണ പറഞ്ഞു. പക്ഷേ താങ്കൾ ആറ്റിങ്ങൾ എത്തിയാവുന്നതിന് മുമ്പ് പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിലെന്താണ് പറയുന്നത്?
അസ്വാഭാവികതയുണ്ടോ? അസ്വാഭാവികതയുണ്ടോ? ഈ സമയത്ത് ചോദ്യം ചെയ്യാൻ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ അവിടെ അന്വേഷിക്കും.